ഹലോ ഫ്രണ്ട്സ്, ഇതാണ് ലക്കി ബാമ്പു. ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ? ഇത് നമ്മുടെ വീടുകളിൽ വെച്ച് കഴിഞ്ഞാൽ ലക്ക് ഉണ്ടാവുന്ന പറയുന്നത്. നമുക്ക് അങ്ങനത്തെ വിശ്വാസമൊന്നുമില്ല കേട്ടോ. എന്നാലും ഇതിൻ്റെ പച്ചപ്പും ഇതിനൊത്തിരി വെയിലൊന്നും വേണ്ട. ഇൻറ്റീരിയറായിട്ട് നമ്മുടെ വീടിൻ്റെ അകത്തും വെയിൽ വേണം, എന്നാലും ഇൻറ്റീരിയറായിട്ട് വെക്കുന്ന ഒരു പ്ലാന്റാണ്. ഒരു ബാമ്പൂവിൻ്റെ ഗണത്തിൽപ്പെട്ട ഇതാണത്. ചെറിയ നമുക്ക് ബാമ്പൂ കണ്ടിട്ടുണ്ടല്ലോ, അതുപോലെയുള്ള ചെറിയ തണ്ടുകൾ. ആ തണ്ടിന് നല്ല കട്ടിയുണ്ട് കേട്ടോ. ഇത് വെള്ളത്തിൽ വെച്ച് വളർത്തിക്കഴിഞ്ഞാൽ വേര് വരും. മണ്ണ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പം നല്ല അടിപൊളിയായി ഭംഗിയായിട്ട് ഇങ്ങനെ നമുക്ക് വീടുകളിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഇതിനൊരു ഭയങ്കര പോസിറ്റീവ് എനർജി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അകത്ത് ഇത് വെക്കുമ്പോൾ നല്ല ഓക്സിജൻ, നല്ല ശുദ്ധവായു നമുക്ക് ശ്വസിക്കാൻ പറ്റും. അപ്പോൾ അകത്തുള്ള ഈ കാർബൺ ഡയോക്സൈഡ് പൊടി കാര്യങ്ങളൊക്കെ വലിച്ചെടുത്തിട്ട് നല്ല ശുദ്ധവായു കിട്ടുവാനും, ഇനി ലക്ക് കൊണ്ടുവരുമെന്നാണെങ്കിൽ അതൊരു ലക്കി ബാമ്പു ആണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് കരുതി ഞാൻ പിന്നെ ഒന്ന് രണ്ട് ചെടികൾ അകത്തിങ്ങനെ വെച്ചു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം വാഷിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്ന ഈ ലിക്വിഡ് വാഷിംഗ് സൊല്യൂഷൻ ഉണ്ടല്ലോ, ഇത് കഴിയുമ്പോൾ വലിയ ബോട്ടിൽ 5 ലിറ്ററിൻ്റെ ഒക്കെ ഓഫറിൽ നമ്മൾ വാങ്ങിക്കും. ഈ ബോട്ടിലുകളിൽ മുഴുവനും നമ്മൾ വേസ്റ്റിലിട്ടിട്ട് അങ്ങോട്ട് പൈസ കൊടുത്ത് നമ്മൾ ഈ കുപ്പികൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതാണ് നല്ല കട്ടിയുണ്ട്, പെട്ടെന്ന് അങ്ങനെ ഇതിൻ്റെ പ്ലാസ്റ്റിക് ദ്രവിച്ചു പോകത്തില്ല. അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് യൂട്ടിലൈസ് ചെയ്യാം എന്ന് വിചാരിച്ചു. അതായത് ഒന്ന് റീസൈക്കിൾ ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്ന പോലെ നമുക്കത് എങ്ങനെ അത് ഉപയോഗപ്രദമാക്കാമെന്ന് നോക്കിയപ്പോൾ കിട്ടിയൊരു ഐഡിയ ആണ്. അപ്പോൾ നിങ്ങളും പരീക്ഷിച്ച് നോക്കൂലോ അല്ലേ? ഓക്കെ എന്നാൽ.